സുഹൃത്തുക്കളെ, പറഞ്ഞതുപോലെ ഇന്ത്യൻ ടീം വളരെ ശക്തമായിട്ട് നല്ല ബോഡി ലാംഗ്വേജോട് കൂടി തന്നെയാണ്, ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഓസ്ട്രേലിയ നേരിട്ടത്. സ്വാഭാവികമായും ബോൾ പൊസഷനിൽ ഇഷ്യൂസ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റിലിങ്ങനെ കടന്നിട്ട് ബോൾ കറങ്ങും, അതൊക്കെ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു ഓസ്ട്രേലിയക്ക്. നമ്മുടെ ഹാഫിൽ ഇത്ര സമയം കളിച്ചിട്ടും നല്ല രീതിയിൽ എനിക്കൊന്ന് ഒരു ഷോട്ടും കാണാണ് കറക്റ്റ് നമ്മുടെ പോസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു ഷോട്ടും തന്നെ കൃത്യമായിട്ട് നമ്മുടെ പോസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. ഷോട്ട് ഓൺ ടാർഗറ്റ് വലിയ ഇഷ്യൂ ആയിരുന്നു. വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ജിങ്കന് ഇഞ്ചുറി വന്ന സമയത്താണ് കൂട്ടിയിടിച്ചിട്ട് ഇഞ്ചുറി ആയപ്പോൾ റഫറി അദ്ദേഹത്തോട് പുറത്ത് നിന്നിട്ട് ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ഓസ്ട്രേലിയക്ക് ഒരു കോർണർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കോർണർ കിട്ടുന്ന സമയത്ത് നമ്മുടെ ജിങ്കനെ പോലെയുള്ള ഒരാൾ കോർട്ടിലില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിങ്കൻ ഒന്ന് അപ്പീൽ ചെയ്തു നോക്കി, പക്ഷേ റഫറി ഒന്ന് പുറത്ത് പോയിട്ട് ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ നിയമത്തിൽ ചെറിയ റൂൾസ് എല്ലാം ഒന്നും കൂടി റഫറിക്ക് പവർ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആ റൂൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഗോൾ കീപ്പേഴ്സിനാണ് ഇഞ്ചുറി എന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പേഴ്സ് പുറത്ത് പോയിട്ട് വരേണ്ട ആവശ്യമില്ല. അതേപോലെ മറ്റു ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് റഫറിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് കൂടി പവർ കൊടുത്താൽ വളരെ നന്നാണ്. കാരണം നമ്മുടെ മെയിൻ കീ ഡിഫൻഡറാണ് സന്ദേശ് ജിങ്കൻ. അദ്ദേഹം ഇല്ലാതെ ഒരു കോർണർ കിക്ക് നമ്മുടെ പോസ്റ്റിലേക്ക് വരിക എന്നുള്ളത് വളരെയധികം ചാലഞ്ചിങ് തന്നെയാണ്. പിന്നീട് വേറൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ചാങ്തെ നല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഒരു ഫോക്കൽ പ്ലെയർ, ഒരു കീ പ്ലെയർ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ചാങ്തെ ആയിരിക്കും എന്നുള്ളത്. ഒരുപാട് ടച്ചസ് ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, ഇന്ത്യൻ പ്ലേയേഴ്സിന് ആർക്കും കിട്ടിയിട്ടില്ല. എന്നാലും കിട്ടിയ ബോൾസ് എല്ലാം വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ അദ്ദേഹം നേരിടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മുഖത്തിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലുമെല്ലാം അത് വളരെ പ്രകടമായിരുന്നു. അതിൻ്റെ കോൺഫിഡൻസ് വിട്ടു തരില്ല എന്ന് തന്നെയായിരുന്നു ആ ബോഡി ലാംഗ്വേജ് പറഞ്ഞിരുന്നത്. അതേപോലെ ഹാഫ് ടൈം വിസിൽ മുഴങ്ങിയപ്പോൾ എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി ചിലപ്പം നമ്മുടെ ടീമിൻ്റെ ഇന്നത്തെ ടാർഗറ്റ്, ചിലപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് കോച്ച് കൊടുത്തിട്ടുള്ളത് അതായിരിക്കാം. നിങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ഗോളുകളൊന്നും വഴങ്ങരുത് എന്നായിരിക്കാം ചിലപ്പോൾ ആദ്യത്തെ ടാർഗറ്റ്. അതും അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഹാഫിലേക്ക് കടക്കാം.